പാലക്കാട്ടെ തോൽവിയിൽ LDF-നെതിരെ വിമർശനവുമായി മുൻ കോൺഗ്രസ് നേതാവ് AB ഗോപിനാഥ്. ഡോക്ടർ പി സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമായി വോട്ടുകൾ കിട്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും AB ഗോപിനാഥ് 24-നോട്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് ശ്രീ AB ഗോപിനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. പാലക്കാട് LDF-ന് കുറച്ചുകൂടെ മികച്ച വിജയം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരല്പം കൊണ്ട് ജയിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏകദേശം രാഷ്ട്രീയപരമായ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം നിയോജക മണ്ഡലമാണ്. കോൺഗ്രസ് ജയിക്കും എന്നും അറിയാം. പക്ഷേ LDF-ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് സംഭവിച്ചിട്ടില്ല. അത് എവിടെ എന്തു പറ്റിയെന്നുള്ളത് അവരുടെ പാർട്ടി പഠിക്കേണ്ടതാണ്. മുഴുവൻ വിശകലനം നടത്തി എന്താണ് അവരുടെ നയങ്ങളിലും വന്ന പാളിച്ചകൾ എന്താണെന്ന് അവർ പഠിച്ചിട്ട് മാത്രമേ നമുക്കതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ കഴിയൂ. സരിൻ കോൺഗ്രസിൽ നിന്ന് വന്നൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അല്പം കൂടെ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നില്ല? കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ ലഭിക്കേണ്ടതായിരുന്നില്ല? അതങ്ങനെയില്ല. കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് കൂടുതൽ ഐക്യം ഉണ്ടാവുക ചെയ്യാം. ഇപ്പോൾ BJP-യിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറയുമ്പോൾ BJP-യുടെ കൂട്ടത്തിൽ ഒരു ഐക്യം അത് ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ടാവും. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവം ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ ഒരു ഒരു പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഇത്ര വലിയ ഭൂരിപക്ഷം UDF നേടുമെന്ന് അങ്ങ് കരുതിയില്ല? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ജയിക്കും എന്ന് ഞാൻ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ജയിക്കും എന്ന് എനിക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം രണ്ടാമത്തെ കക്ഷിയാകാൻ എന്താ മാർഗം എന്നായിരുന്നു ശ്രമം, ജയിക്കാനല്ല. സ്ഥിരമായി കോൺഗ്രസ് ജയിക്കുന്നത് നിയോജകമണ്ഡലത്തിൽ ജയിക്കും എന്ന് പറയുന്ന പൊട്ടത്തരമൊന്നും ഇടതുപക്ഷ നേതാക്കന്മാർ പറയില്ല. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24.